എല്ലാവർക്കും നമസ്കാരം. പേരൻസ് കണക്റ്റിൽ വളരെ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ജോലിയും കുടുംബവും തമ്മിലുള്ള ബാലൻസിനെ കുറിച്ച് പലപ്പോഴും വലിയ ചർച്ചകൾ നടക്കാറുണ്ട്. ചിലർ വിചാരിക്കുന്നത് കുടുംബത്തിന് വേണ്ടി കൂടുതൽ സമയം മാറ്റിവെക്കുന്നത് കരിയറിലെ വളർച്ചയെ ബാധിക്കുമെന്നാണ്. 1960കളിൽ കവിയായ ഡയാന ഡി പ്രിമ ഒരു വലിയ പാർട്ടിയിലായിരുന്നു. വലിയ എഴുത്തുകാരും ചിന്തകളും നിറഞ്ഞ ആഘോഷങ്ങൾ പൊട്ടിപ്പൊട്ടിക്കുന്ന ഒരിടം. എന്നാൽ പാതി വഴിയിൽ ഡയാന അവിടെ നിന്നും ഇറങ്ങാൻ തീരുമാനിച്ചു. കാരണം മറ്റൊന്നുമല്ല, വീട്ടിൽ കുട്ടികളെ നോക്കുന്ന ബേബി സിറ്റർക്ക് താൻ മടങ്ങിയെത്തുമെന്ന് അവർ വാക്ക് നൽകിയിരുന്നു. ഇത് കണ്ട പ്രശസ്ത എഴുത്തുകാരൻ ജാക്ക് റൊവാക്ക് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവരെ പരിഹസിച്ചു. നീ നിന്റെ ബേബി സിറ്ററിനെ കുറിച്ച് ആലോചിക്കുന്നത് നിർത്തുന്നതുവരെ നിനക്കൊരിക്കലും ഒരു എഴുത്തുകാരിയാകാൻ കഴിയില്ല. നല്ല കലയുണ്ടാവാൻ കുടുംബം ഒരു തടസ്സമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പക്ഷം. എന്നാൽ ഡയാന അവിടെ നിന്ന് മടങ്ങിപ്പോയി. തന്റെ വാക്കുപാലിക്കുന്നതിലും കൃത്യസമയത്ത് വീട്ടിലെത്തുന്നതിലും അവർ കാണിച്ച ആ അച്ചടക്കം തന്നെയാണ് തന്നെ ഒരു നല്ല എഴുത്തുകാരിയാക്കി മാറ്റിയതെന്ന് അവർ വിശ്വസിച്ചു. പല പ്രശസ്തരും തങ്ങളുടെ കഴിവിനെ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു ഒഴികഴിവായി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിന്റെ ഒരു ഭാഗം അവഗണിച്ചുകൊണ്ട് മറ്റൊരു ഭാഗം മെച്ചപ്പെടുത്താം എന്നത് വെറും തോന്നലാണ്. സത്യത്തിൽ നിങ്ങളുടെ മക്കൾക്ക് നൽകുന്ന വാക്കു പാലിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അച്ചടക്കം എന്ന മസിലിനെ കൂടുതൽ കരുത്തുള്ളതാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനോട് നിങ്ങൾ എത്രത്തോളം നീതി പുലർത്തുന്നുവോ അത്രത്തോളം ആത്മാർത്ഥത നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലുണ്ടാകും. ഒന്നിനെ സംരക്ഷിക്കുമ്പോൾ മറ്റേതിനെ കൂടിയാണ് നിങ്ങൾ വളർത്തുന്നത്. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നത് നിങ്ങളുടെ കരിയറിന് തടസ്സമല്ല, മറിച്ച് നിങ്ങളുടെ സ്വഭാവശുദ്ധി വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ചെറിയൊരു ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. ഈ ആഴ്ച നിങ്ങളുടെ ജോലി എത്ര തിരക്കുള്ളതാണെങ്കിലും നിങ്ങളുടെ മക്കൾക്ക് നൽകിയ ഒരു വാക്ക്, അതൊരു കൊച്ചു കളിയാകാം, അല്ലെങ്കിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതാവാം, അത് കൃത്യസമയത്ത് തന്നെ പാലിക്കാൻ ശ്രമിക്കൂ. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ആത്മസംതൃപ്തിയും ആ അച്ചടക്കവും നിങ്ങളുടെ ജോലിയിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്ന് ശ്രദ്ധിക്കൂ. നോക്കൂ, നിങ്ങളൊരു നല്ല രക്ഷിതാവാകാൻ ശ്രമിക്കുന്നതിനെ ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് കാര്യമാക്കേണ്ടതില്ല. നിങ്ങളുടെ അച്ചടക്കമാണ് നിങ്ങളുടെ വിജയം. മറ്റുള്ളവരുടെ ജഡ്ജ്മെന്റുകൾക്ക് നിങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനത്തെ തകർക്കാൻ അനുവാദം കൊടുക്കരുത്. ജോലി തിരക്കിനിടയിലും മക്കൾക്ക് നൽകിയ ഒരു വാക്കു പാലിക്കാൻ നിങ്ങൾ കഠിനമായി ശ്രമിച്ച ഏതെങ്കിലും ഒരു സാഹചര്യം ഓർമ്മയുണ്ടോ? അന്ന് ആ തീരുമാനമെടുത്തപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി എന്ന് പറയാമോ?